കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റ് ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, എന്തായാലും ഇന്ന് തന്നെ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിൽ ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ആരൊക്കെയാണ് ഈ ഒരു ചടങ്ങിൽ പങ്കാളികളായിട്ടുള്ളത്? വിവരങ്ങൾ എങ്ങനെയാണ്? ലോക്ഭവനിൽ അമ്പലപ്പുഴ MLA ജി സുധാകരൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പൂർത്തിയായി. അദ്ദേഹം പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റു കഴിഞ്ഞിരിക്കുന്നു. നാളെ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലാണ് ശേഷിക്കുന്ന MLA-മാരെല്ലാം തന്നെ ചുമതലയേൽക്കുക. സാധാരണഗതിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരിൽ ഏറ്റവും മുതിർന്ന ആളെ അല്ലെങ്കിൽ അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന ആളിന് ആണ് പ്രോടൈം സ്പീക്കറായി ചുമതലയേൽക്കുക. അത്തരത്തിലാണ് ജി സുധാകരനും ഇപ്പോൾ ചുമതല ഏറ്റിരിക്കുന്നത്. രാവിലെ തന്നെ ലോക്ഭവനിൽ നടന്ന വളരെ ലളിതമായ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി, ഗവർണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു. മന്ത്രിമാരും ഉണ്ടായിരുന്നു. ഈ ചടങ്ങിൽ വെച്ചാണ് അദ്ദേഹം MLA ആയി ആദ്യം ചുമതലയേറ്റത്. അതിനുശേഷം പ്രോടൈം സ്പീക്കറായി ചുമതലയേൽക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ നിയമസഭാ സമ്മേളനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം ഭൂരിപക്ഷത്തോടു കൂടി തന്നെ UDF എത്തുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. മാത്രവുമല്ല, കഴിഞ്ഞ പ്രാവശ്യം LDF-ന് ഒപ്പം ഉണ്ടായിരുന്ന CPIM-ൻ്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ ഇത്തവണ CPIM വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് അമ്പലപ്പുഴയിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരുന്നു. അദ്ദേഹത്തെ തന്നെയാണ് ഇപ്പോൾ പ്രോടൈം സ്പീക്കറായി UDF തീരുമാനിച്ചിരുന്നത്. കാരണം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഏറ്റവും സഭയിലെ മുതിർന്ന ഒരു അംഗം എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാരണം അതിനെല്ലാം ഉപരിയായി ഇനി വരുന്ന കാര്യങ്ങൾ, അതായത് നാളെ പൂർണ്ണമായും അടുത്ത ദിവസത്തെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് വരെ, അതായത് 22-നാണ് സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയും തിരഞ്ഞെടുക്കുക. ആ ദിവസം വരെ പ്രോടൈം സ്പീക്കറായിട്ട് ജി സുധാകരൻ തുടരും. അതാണ് നിയമസഭയിലെ നിയമപരമായ നീക്കം. അത് അനുസരിച്ചാണ് ചടങ്ങുകൾ നടക്കുക. അപ്പോൾ ഇന്ന് അദ്ദേഹം ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. നാളത്തെ നിയമസഭാ സമ്മേളനം, അതായത് MLA-മാർ എല്ലാം തന്നെ അദ്ദേഹത്തിന് മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കേണ്ടത്. അല്ലെങ്കിൽ MLA ആയിട്ട് ചുമതലയേൽക്കേണ്ടത് ജി സുധാകരന് മുന്നിലാണ്. അതിനുശേഷം തൊട്ടു പിന്നാലെ അടുത്ത ദിവസം 22-ാം തീയതി നടക്കുന്ന സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും പ്രോടൈം സ്പീക്കർ തന്നെയായിരിക്കും നേതൃത്വം നൽകുക. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെയും ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാൻ്റെയും ആണ് ഇപ്പോൾ UDF തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള, അതായത് UDF-ന് വലിയ തരത്തിലുള്ള ഭൂരിപക്ഷമുള്ളത് കൊണ്ട് തന്നെ മറ്റ് പ്രാധാന്യങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പിനില്ല. രണ്ടുപേരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായി ചുമതലയേൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതേസമയം മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൻ്റെ തിരക്കിലാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ. കാരണം ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിട്ടില്ല. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ ധാരണയാകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ആ ചർച്ചകൾ ഒരുപക്ഷെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പൂർത്തിയാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും അത് വിജ്ഞാപനമായി പുറപ്പെടുവിക്കുന്നതിന് മന്ത്രിമാരുടെ വകുപ്പുകളടങ്ങിയ പട്ടിക ഇന്ന് തന്നെ ഒരുപക്ഷെ ഗവർണർക്ക് കൈമാറാനും സാധ്യതയുണ്ട്. അങ്ങനെ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിരിക്കും ലോക്ഭവനുമായി ബന്ധപ്പെട്ട് നടക്കുക. ഒന്നാമത്തെ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ജി സുധാകരൻ പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. നാളെ നടക്കുന്ന MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും മറ്റന്നാൾ നടക്കുന്ന സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിലും താൽക്കാലിക ചുമതലക്കാരനായി ജി സുധാകരൻ ഉണ്ടാകും. അതിന് തൊട്ട് പിന്നാലെയാണ് ഈ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതായത് ഇതുവരെ അതൊരു ധാരണയിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പ്രത്യേകിച്ചും ഫിഷറീസ് വകുപ്പ് കൃത്യമായും കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന തരത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ലാറ്റിൻ കത്തോലിക്ക സഭയുമൊക്കെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു ചർച്ച അന്തിമഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അതേസമയം ഇത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത് എന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്. അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വിധേയമാകുന്നതിന് തുല്യമാകും. അതുകൊണ്ട് വഴങ്ങണ്ട. തൽക്കാലം ഇപ്പോൾ മുസ്ലിം ലീഗിന് ഫിഷറീസ് വകുപ്പ് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുക്കും. അതിന് തൊട്ട് പിന്നാലെ മറ്റേതെങ്കിലും വകുപ്പ് കോൺഗ്രസും കൈകാര്യം ചെയ്യും. ഇപ്പോൾ റോജിയം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് വകുപ്പുകളും ചോദിക്കുന്നുണ്ട് മുസ്ലിം ലീഗ്. അതായത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ ഫിഷറീസും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നൽകാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ലീഗ് കൈകാര്യം ചെയ്തിരുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പായിരുന്നു. പക്ഷേ LDF സർക്കാർ വന്നപ്പോഴാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടായി വേർതിരിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ കോളേജ് തലങ്ങളിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല ഉൾപ്പെടുത്തിക്കൊണ്ട് അത്
ഉന്നത വിദ്യാഭ്യാസ വകുപ്പും വന്നിരുന്നു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്ന തരത്തിലുള്ള രീതിയിലുള്ള ചില ചർച്ചകളും കോൺഗ്രസിനകത്ത് തന്നെ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ചർച്ചകൾ വളരെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ഇതിനെല്ലാം ഉപരിയായി കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ അവരും ഇതുവരെയായും ഒരു ധാരണയിലെത്തിച്ചേർന്നിട്ടില്ല. പല വകുപ്പുകളും അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ട തരത്തിലൊക്കെ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ വേഗത്തിൽ ചർച്ച ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിനും ഒപ്പം തന്നെ UDFനും എല്ലാം ഉള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതുമായി ബന്ധപ്പെട്ട പട്ടിക മുഖ്യമന്ത്രി തന്നെ ഗവർണറുടെ ലോക്ഭവനിലെത്തിക്കും. ലോക്ഭവനിൽ പട്ടിക എത്തിക്കഴിഞ്ഞാൽ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ വകുപ്പുകൾ പ്രഖ്യാപിക്കുന്നതാണ് സാധാരണ പതിവ്. ശരി, വ്യക്തമാണ്. കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കറായി ചുമതലയേറ്റിരിക്കുകയാണ് ജി സുധാകരൻ. ലോക്ഭവനിൽ ഗവർണർ സത്യവാചകവും ചൊല്ലിക്കൊടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഡി ബിനോയാണ്.